ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പേര് ഐഷ ഫർഹാന. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, സ്വന്തം സീക്രട്ട് അല്ല, അതായത് സീക്രട്ട് എൻ്റെ രഹസ്യം മറക്കാൻ വേണ്ടി, രഹസ്യം ഒളിപ്പിക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ ഏട്ടത്തിയുടെ ഭർത്താവിനെ ഉപയോഗിക്കേണ്ടി വന്നു. അതായത് അയാൾക്ക് എനിക്ക് വഴഞ്ഞു കൊടുക്കേണ്ടി വന്നു. അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു. നീ എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു തന്നില്ലെങ്കിൽ നിന്റെ ഈ കാര്യം ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുമെന്ന്. അപ്പോൾ എന്താണ് എൻ്റെ കാര്യം, എന്താണ് ഞാൻ ആണുങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ കഥയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഫാമിലിനെ കുറിച്ച് പറയാം. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഹൈ സെറ്റിൽഡ്, നല്ല റിച്ച് ഫാമിലി ആയിരുന്നു. അപ്പോൾ എൻ്റെ മാത്രമല്ല, നമ്മുടെ ഫുൾ ആയിട്ടുള്ള ഫാമിലിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എൻ്റെ വീടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഫാമിലീസ് അല്ല, നമ്മൾ മുഴുവനായിട്ടും കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടിയൊക്കെ വന്നെങ്കിൽ എല്ലാവരും തറവാട്ടിലോട്ട് പോകും. തറവാട് എന്ന് പറയുന്നത് നല്ല ഒരു ടൗണിൻ്റെ സൈഡ് തന്നെയായിരുന്നു തറവാട്. അവിടെ ആൾക്കാരൊക്കെ കൂടുമ്പോൾ വേറെ തന്നെ വൈബായിരുന്നു. അതായത് ചിരിയും കളിയും ഗെയിമും. ചെറിയ ആൾക്കാർ മാത്രമല്ല, എല്ലാ വീട്ടിലും ചെറിയ ആൾക്കാരൊക്കെ അല്ലേ ഗെയിമൊക്കെ തുടങ്ങാറുള്ളത്. പക്ഷെ നമ്മുടെ വീട്ടിൽ എന്ന് പറയുന്നത് വലിയ വലിയ ആൾക്കാർ, അതായത് കല്യാണം കഴിഞ്ഞ് വന്നത് വലിയ വലിയ കാക്കാമാരൊക്കെ ഉണ്ടായിരുന്നില്ല, അവരൊക്കെ ആയിരുന്നു. മാത്രമല്ല നമ്മുടെ ഫാമിലി നല്ല രീതിയിൽ ഈമാനൊക്കെ കൊണ്ട് നടക്കുന്ന ആളായിരുന്നു. അതായത് നിസ്കാരം ഒക്കെ തന്നെയുള്ള ഒരു ഫാമിലി ആയിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് നല്ല വൈബുള്ള ദിവസം പെട്ടെന്ന്, ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂരിലായിരുന്നു. എല്ലാവർക്കും കുറെ മക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഞാൻ ഒറ്റ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണോ ആഗ്രഹം പറയുന്നത് ഒക്കെ തന്നെ ഒരു എസ്സിൽ ഒതുക്കുന്നതല്ലാതെ ഇന്നവരെന്നോട് നോ. അപ്പോൾ ഇവർക്ക് എന്നെ കിട്ടാൻ എന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് എത്രയോ ക്യാഷൊക്കെ കൊടുത്തു എല്ലാ നാട്ടിലും. അതായത് കൊറിയയിൽ പോയിട്ട് വരെ അവിടുത്തെ ജപ്പാനിൽ പോയി അവിടുത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു എന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തരും. അവർക്കൊരു പേടിയാണ്, കാരണം കുറെ നാൾക്ക് ശേഷം കിട്ടിയതല്ലേ, വല്ലതും സംഭവിക്കോ എന്നൊക്കെയുള്ള ഒരു പേടി കാരണത്താൽ. പക്ഷെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അങ്ങനെ അവരെ ഞാൻ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് മുടി കളറാക്കണം എന്ന് പറഞ്ഞാൽ മുടി കളറാക്കി തരും, ഒക്കെ തന്നെ ചെയ്തു തരും. ഞാനിപ്പോ നിങ്ങൾ വിചാരിക്കും മുടി കളറൊക്കെ വലിയ കാര്യമാണോ? ഞാൻ പറഞ്ഞല്ലോ, വലിയ ഈമാനുള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെ മുടി കളറൊന്നും ആക്കാൻ പറ്റത്തില്ല. എന്ത് വേണമെങ്കിലും കളിച്ചോ, പക്ഷെ ലവ് ആക്കിക്കോ, ഒന്നും പ്രശ്നമില്ല. നമ്മളിലെ കുറച്ച് ഹറാമായ കാര്യങ്ങളില്ലേ, അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആണുങ്ങളെ സിഗരറ്റ് തൊടാൻ പോലും വിടാത്ത ഫാമിലി ആയിരുന്നു എൻ്റെത്. അപ്പോൾ അഥവാ ആർക്കും ഒളിച്ചു നിന്നും സിഗരറ്റ് ഒന്നും വലിക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാവർക്കും എല്ലാവരും അറിയാം. ആരെങ്കിലോടായിട്ടും പോയിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ എൻ്റെ ഉമ്മയുടെ ഉപ്പയോടും ഞാൻ പറഞ്ഞു എൻ്റെ ഒരാഗ്രഹം, അതായത് +1 +2 കഴിഞ്ഞ് എവിടെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ 10th മുതലേ പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് ബാംഗ്ലൂർ അവിടെ സ്റ്റേ ചെയ്ത്, അതായത് 5 സ്റ്റാർ ഹോട്ടലൊക്കെ സ്റ്റേ ചെയ്ത് അവിടെ എനിക്ക് പഠിക്കണം എന്നുള്ള കാര്യം. അങ്ങനെ അവർ ഫസ്റ്റ് തന്നെ അവർക്ക് എന്നെ വിട്ട് പിരിയാനുള്ള ഒരു തടസ്സം ഉണ്ടായിരുന്നു. അതായത് നിന്നെ വിട്ട് നമ്മളിനി എങ്ങനെ ജീവിക്കും, അതായത് എൻ്റെ ഉപ്പ ദുബൈയിലായിരുന്നു, അപ്പോൾ ഉമ്മ ഒറ്റക്കല്ലേ. അതുകൊണ്ട് ആ ഒരു തടസ്സം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ആഗ്രഹിച്ച് വാശി പിടിച്ച് ഓക്കെ 3 കൊല്ലം എൻ്റെ ഉമ്മ ഇനി മാമാൻ്റെ അവിടെ നിൽക്കുന്നോളും. അതായത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമല്ലോ ഞാൻ, അപ്പം തന്നെ നമ്മുടെ വീട്ടിൽ പോകുന്നതല്ലാണ്ട് ഞാൻ എല്ലാ ആഴ്ചയിലും അധികം വീട്ടിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ അവർ ആദ്യമേ കുറേ നിരസിച്ചെങ്കിലും എൻ്റെ ആഗ്രഹം അവർക്ക് അങ്ങനെ തട്ടിക്കളയാൻ പറ്റുന്നതല്ലല്ലോ. അങ്ങനെ പെട്ടെന്നായിരുന്നു ഞാൻ ആ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം അറിഞ്ഞത്. അതായത് എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരോടും പറയുകയാണ്. അതായത് എന്നെ ഐഷു എന്നാണ് വിളിക്കാറുള്ളത്. ഐഷു ഇനി ബാംഗ്ലൂരിൽ നിന്നാണ് പഠിക്കുന്നതൊക്കെ. ഈ ന്യൂസ് ഞാൻ വേറെ ആരോ വഴിയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഞാനോ, എന്നോട് ഇവർ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്നായിരുന്നു എന്നോട് ഇവർ തന്നെ വന്ന് പറയുന്നത്. അതായത് നീ ബാംഗ്ലൂർ പഠിക്കാൻ പോയിക്കോ. അതായത് എൻ്റെ വാപ്പച്ചിക്ക് ദുബായിൽ കുറേ ഷോപ്പുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ വാപ്പച്ചി പറഞ്ഞു, കഴിഞ്ഞതും ഞാൻ ഇനി ഒരു 6 മാസം കഴിയുമ്പോൾ വരാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഇവരെല്ലാവരും വെൽ പ്ലാൻഡ് ആയിരുന്നു എന്നെ. അങ്ങനെ നമ്മൾ 14 പേരായിരുന്നു ഇവർ എന്നെ കൊണ്ടുവിട്ടത്.
അതായത് ഇവർ 14 ആൾക്കാർ നമ്മൾ കാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബാംഗ്ലൂരിലൊക്കെ പോയി അവിടെ എന്നെ ചേർത്തു. അവിടെ ഞാൻ റൂമൊക്കെ എടുത്ത് വെൽ സെറ്റിലായിരുന്നു. അതായത് 2.5 കൊല്ലം നല്ല രീതിയിൽ പോയി. അതിൽ ഒരു 6-7 മാസം മാത്രമേ ഞാൻ നേരെ ഉണ്ടായിരുന്നുള്ളൂ. 8ാമത്തെ മാസം മുതൽ എനിക്ക് അവിടെ കുറേ ആൺപിള്ളേരുമായിട്ട് കൂട്ടുകിട്ടി. അതായത് ഫസ്റ്റ് ഒരു ഹിന്ദു പെണ്ണായിരുന്നു എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നത്, ഐശ്വര്യ. ഓളെയും എന്നെയും ഐശ്വര്യ എന്നായിരുന്നു വിളിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ അവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കിട്ടിയതോടെ എനിക്ക് എവിടെ നിന്നും കിട്ടാത്ത വേറെ രീതിയിലുള്ള, ഞാൻ എൻ്റെ ലൈഫിൽ പോലും എനിക്ക് അനുഭവിക്കാത്ത സുഖങ്ങളൊക്കെ അവൾ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ഫസ്റ്റ് അതൊക്കെ കേട്ട് ആസ്വദിച്ചെങ്കിലും പിന്നെ അത് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. അതായത് എന്തെന്ന് പറയണ്ടല്ലോ, ബാംഗ്ലൂരൊക്കെ പോയ ഗേൾസിന് കിട്ടുന്ന സാധനം എന്താണെന്ന് പറയണ്ട. അങ്ങനെ ഞാൻ അവിടെ അതായത് ആഴ്ചയിലും 1 മാസത്തിലൊക്കെ ഞാൻ ഡെയിലി പോയിക്കൊണ്ടുണ്ടായ ഞാൻ പിന്നെ അവിടെ പോവാണ്ടായി. പെട്ടെന്നായിരുന്നു എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് എൻ്റെ ദീദിയുടെ കല്യാണം. എനിക്ക് ദീദിയുടെ കല്യാണത്തിന് പോലും പോണ്ട എന്നുള്ള ഒരാഗ്രഹമായിരുന്നു. ഞാനെന്ന് പറയുന്നത് ഒരു കല്യാണങ്ങളൊന്നും മുടക്കാത്ത ഒരാളായിരുന്നു. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിലെ കല്യാണം എന്ന് പറയുന്നത് അടിപൊളി കല്യാണമായിരിക്കും. അങ്ങനെ പെട്ടെന്നായിരുന്നു ഉമ്മ എനിക്ക് വിളിക്കുന്നുണ്ടായിരുന്നത്, അതായത് മോളെ ദീദിയുടെ കല്യാണം ഉണ്ട് അടുത്ത മാസം 14-ന്, എന്തായാലും നീ വരണം. അപ്പൊ എനിക്ക് മനസ്സിലായി അടുത്ത മാസം 14-നാണെങ്കിൽ ഇന്നേ ട്രെയിൻ കയറി പോയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഉമ്മച്ചി പറഞ്ഞു ഞമ്മ നിങ്ങളെ കൂട്ടാൻ വരാമെന്ന്. പക്ഷെ കൂട്ടാൻ വന്നാൽ ശരിയാവത്തില്ല, കാരണം ഞാൻ ഇവർ തന്ന ഹോട്ടൽ റൂമിൽ നിന്നും മാറിയിട്ടുണ്ടായിരുന്നു. അതായത് വേറെ എനിക്ക് അത് കുറച്ച് ലോങ് ആയിരുന്നു, എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടാൻ അത് ലോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നൊക്കെ മാറി വേറെ ഇടത്തായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മച്ചി കൂട്ടാൻ വരണം, അതൊക്കെ റിസ്ക് അല്ലേ, ഞാൻ വരാം. കാരണം എൻ്റെ ഒക്കത്ത് വേറൊരു ചങ്ങായി ഉണ്ട്, അതുകൊണ്ട് ഓൾ ഒറ്റപ്പെടും, അതുകൊണ്ട് ഞാൻ അവളെ കൂടെ വരാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ട്. ട്രെയിനിലൊക്കെ ഇരിക്കേണ്ടത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ മംഗലത്തിന്റെ വീട്ടിലെത്തി. അവിടെ നിന്നാണെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞു, നല്ല വൈബ് പറയണ്ട. പക്ഷെ എനിക്ക് 2-3 സാധനം കിട്ടാത്തപ്പോ എനിക്ക് അവിടെ നിന്ന് ഭ്രാന്തുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു അവിടെ കല്യാണം ഒക്കെ കഴിഞ്ഞു രാത്രി ആൾക്കാരൊക്കെ കൂടുമ്പോ എൻ്റെ ഏട്ടത്തിയുടെ ഭർത്താവ് ആ ഒരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഒരു ടെസ്റ്റ് നടത്താമെന്നുള്ള കാര്യം. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ അത് ആവാതിരിക്കണേ, ഞാൻ എന്താണോ ആവാതിരിക്കണേ എന്ന് വിചാരിച്ച് അതേ ടെസ്റ്റ്, അതായത് ഡ്രഗ് ടെസ്റ്റ്. എനിക്ക് ഉറപ്പായി ഞാൻ എന്തായാലും കൊടുങ്ങും എന്നുള്ള കാര്യം. അപ്പൊ തന്നെ ഞാൻ എല്ലാവരും എക്സൈറ്റ്മെന്റിൽ ആ നടത്താം എന്നായി. അപ്പൊ ഞാൻ ഒരുമാതിരി ആവുമ്പോ അതൊരു പ്രശ്നമല്ലേ, ഞാൻ പറഞ്ഞു നടത്താം എന്നുള്ള കാര്യത്തിൽ ഞാനും തുള്ളിച്ചാടി. അങ്ങനെ എനിക്ക് 14 ദിവസത്തെ ലീവായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഡ്രഗ് ടെസ്റ്റ് ശനിയാഴ്ച നടത്താമെന്നായിരുന്നു പ്ലാന്. ഞാൻ വ്യാഴാഴ്ച മുതലേ പറഞ്ഞു ഉമ്മ മാം ഭയങ്കര പ്രശ്നമാക്കുന്നുണ്ട്, എനിക്ക് വെള്ളിയാഴ്ച തന്നെ ട്രെയിൻ കയറണം എന്നൊക്കെ പറഞ്ഞു. എങ്ങനെ വിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഒരു വിധത്തിൽ ഞാൻ അവിടുന്ന് ട്രെയിൻ കയറിപ്പോയി. പിന്നീട് എനിക്ക് സന്തോഷമായി. ഞാൻ അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, നീ ഇപ്പോഴേ നാട്ടിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ മറന്ന് വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞ് ഞാൻ പോകുമ്പോ അവിടെ നിന്നോ സംസാരിച്ചു. ഞാനാണെങ്കിൽ പണ്ടാരം പറഞ്ഞു എനിക്ക് 7 ദിവസം ലീവ് ഉണ്ടെന്ന്. അപ്പോ എൻ്റെ ഏട്ടത്തിയുടെ ഭർത്താവ് വീണ്ടും എന്നോട് പറയുകയാണ്, ഭർത്താവല്ല മാപ്പിള, വീണ്ടും എന്നോട് പറയുകയാണ് നിന്റെ ടെസ്റ്റ് നടത്തിയില്ലല്ലേ, നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും പോസിറ്റീവാണ്, നെഗറ്റീവാണ്, നിന്റെ മാത്രമേ ഇനി നടത്താൻ ബാക്കിയുള്ളൂ എന്നോട് സ്വൈപ്പായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നടത്തുന്നതിന് എന്താ പ്രശ്നം, നമുക്ക് ഇന്ന് തന്നെ നടത്താലോ എന്ന് പറയുമ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് ദേഷ്യം വന്നു. പക്ഷെ ദേഷ്യം പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ആരും വരണ്ട, ഞാൻ ഇവള് പോയി ടെസ്റ്റ് നടത്തിയിട്ട് വരാമെന്ന് പറഞ്ഞു. എല്ലാവരും ചോദിച്ചു അത് വേണോ? അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെന്താ അത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടിക്കൊണ്ട് പോകുമ്പോ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ടെസ്റ്റ് റിസൾട്ട് എല്ലാവർക്കും കാണിക്കണ്ട, നിങ്ങൾ കണ്ടാ മതി, എന്തിനീ വെറുതെ എല്ലാരെയും കാണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ശരി, ആരെയും കാണിക്കുന്നില്ല. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് വന്നു. ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് എനിക്ക് വിളിച്ചു, നീ ഒന്ന് ഡ്രൈവിംഗ് സ്കൂളുണ്ട് അവിടെ വരെ വരണം എന്ന് പറഞ്ഞു. ഞാൻ വേഗം തന്നെ സ്കൂട്ടി എടുത്ത് അവിടെ വരെ വന്ന് കാരണം എന്നോട് ഇദ്ദേഹം ചോദിച്ചു ഒരു റിസൾട്ട് എനിക്ക് തന്നു. ഇത് ഫുള്ള് നെഗറ്റീവ്, ഫുള്ള് പോസിറ്റീവ്. ഞാൻ വിചാരിച്ചു ഇയാൾ ഇനി പ്രഗ്നന്റ് ആയോ, എനിക്കറിയത്തില്ല ഇത് എന്താണ് സംഭവം. പെട്ടെന്ന് എന്നോട് ചോദിച്ചു
ബാംഗ്ലൂർ പോയി ആളൊക്കെ വല്ലാണ്ട് മാറിയല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എൻ്റെ കിളി പോയി. പഠിച്ചോനെ, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നീ വല്ലാണ്ട് മാറി, ആദ്യം തന്നെ ഇതെന്തായാലും വീട്ടിലറിയണം. അങ്ങനെ ഞാൻ കരയുമ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഞാൻ വീട്ടിൽ അറിയിക്കും എന്ന് വാശി പിടിച്ച് കാർ ഓട്ടുമ്പോൾ ഞാൻ അത് അവിടെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എൻ്റെ ലൈഫ് ഞാൻ നോക്കും, നിങ്ങളാരാ നോക്കാനെന്ന് പറഞ്ഞ് ഞാൻ ചൂടായി. അപ്പോൾ അദ്ദേഹം ചൂടായി. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ എന്തായാലും ഫാമിലി ഗ്രൂപ്പിലിടും എന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് പറ്റുന്നില്ല, ഞാൻ ആ റിസൾട്ട് എടുത്ത് കീറിക്കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം എൻ്റെ 2 ഫേസിലും കൈവച്ചു. എന്നിട്ട് ആദ്യം തന്നെ കുറെ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ വിചാരിച്ചു നന്നാവാം. ഞാൻ പറഞ്ഞു ഞാൻ കുറെ നന്നാവാൻ വിചാരിച്ചു, പക്ഷെ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ അടിക്കാനൊക്കെ വന്നു. പിന്നീട് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഞാൻ നാട്ടിലുണ്ടാകുന്ന ടൈം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു രാത്രി എനിക്ക് വിളിച്ച് എന്നോട് പറഞ്ഞു, വാട്സപ്പിൽ മെസ്സേജ് ഒക്കെയാണ്, ഈ കാര്യം ഞാൻ ഒന്നെങ്കിൽ ഫാമിലിയോട് പറയും, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നീ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ക്യാഷിന് എന്തായാലും അല്ല, കാരണം അത്യാവശ്യം ക്യാഷ് എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പൊ പറഞ്ഞു, നീ ഇപ്പൊ തന്നെ ഇവിടെ വരണം, അതായത് ഞാൻ 2ാമത്തെ ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത്, നീ ഇപ്പൊ തന്നെ താഴെ വരണം എന്ന് പറഞ്ഞു. ഞാൻ വേഗം തന്നെ ഫോൺ അവിടെ വെച്ചു താഴോട്ടേക്ക് പോയി അദ്ദേഹത്തിന്റെ റൂമിലോട്ട്. ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ അദ്ദേഹം ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എനിക്ക് വഴങ്ങിത്തരണം. ഞാൻ ചോദിച്ചു, വഴങ്ങിത്തരണമോ, എന്ത്? അതായത് ഇല്ലെങ്കിൽ ഈ കാര്യം ഞാനിത് ഫാമിലിയോട് പറയും. ഞാൻ പറഞ്ഞു, അതിന് നിന്റെയൊക്കെ റിസൾട്ട് ഉണ്ടെങ്കിലല്ലേ. അപ്പൊ എനിക്ക് ഫോണിൽ ആ ഫോട്ടോ കാണിച്ചെന്നു എൻ്റെ റിസൾട്ടിന്റെ. ഞാൻ ഞെട്ടി. പിന്നെ എനിക്ക് ഇദ്ദേഹം പറഞ്ഞത് ചെയ്യാണ്ടിരിക്കാൻ പറ്റിയില്ല. അതായത് എൻ്റെ ഏട്ടത്തിയുടെ ഹസ്ബൻഡ് ആയിരുന്നു. ഞാൻ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഏട്ടത്തി ഇപ്പോൾ പ്രഗ്നന്റ് അല്ലേ, എനിക്ക് ഇനി നീ അല്ലാണ്ട് വേറെ ആരാ ഉള്ളത് എന്ന് പറഞ്ഞു എൻ്റെ വായ പൊത്തിപ്പൊടിച്ച് ഡോറ് ലോക്ക് ചെയ്തു. പിന്നെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതായത് അദ്ദേഹത്തെക്കാളും എനർജി ഉണ്ടായിരുന്നത് എനിക്കാണ്. ഞാനാണെങ്കിൽ ആ ഒരു ഇതില് അദ്ദേഹത്തിന് തന്നെ കൊന്നിട്ട എന്നുള്ള കാര്യമേ ഇല്ലു. അദ്ദേഹത്തിന്റെ ഭാര്യ പോലും കൊടുക്കാത്തൊരു കിടിലായിട്ടായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാനിവിടെ സ്കാനർ ഇടും, അതിലോട്ട് 5 രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കോൾ, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിംഗ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ച കേൾക്കാം. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി കിടിലൻ കഥയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.